നമസ്കാരം. മേനോൻ സംഘി മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിയതും ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നത് ബി ജെ പിക്കാണ്, ബി ജെ പി നേതാക്കന്മാർക്കാണ്. ഒരു പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാം. സാധാരണഗതിയിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി നിലവിൽ ഭരണപക്ഷത്തല്ല, നിലവിൽ അവർ പ്രതിപക്ഷത്താണ്. നിയമസഭയിൽ 3 സീറ്റ് കിട്ടിയിട്ടേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്നവരുടെ പ്രധാന ശത്രു ആരായിരിക്കണം? ഭരണപക്ഷത്തുള്ളവരായിരിക്കണ്ടേ? പക്ഷേ നിങ്ങൾ ഈ പ്രസംഗം ഒന്ന് കേട്ടെ. ഞങ്ങൾ നിങ്ങളുടെ ഓരോ ഈറ്റില്ലങ്ങളും തേടി വരികയാണ് സഖാക്കന്മാരെ. ഞങ്ങൾ നിങ്ങളുടെ ഓരോ കോട്ടകളും തേടി വരികയാണ് സഖാക്കന്മാരെ. നിങ്ങളുടെ ഓരോ ഗ്രാമങ്ങളും ഞങ്ങൾ നശിപ്പിക്കും, ഞങ്ങളുടേതാക്കി മാറ്റും. നിങ്ങളുടെ ഓരോ കോട്ടകളും ഞങ്ങൾ ഇടിച്ചു നിരപ്പാക്കും. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര പതാക പാറുന്ന പറക്കുന്ന ഗ്രാമങ്ങളായിട്ട് മാറ്റും, കോട്ടകളായിട്ട് മാറ്റും. നമ്മുടെ ടോർച്ച് സുരയുടെ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? സഖാക്കന്മാരെ കുറിച്ചാണ്. കാര്യം കേരളത്തിൽ മൗദൂദികളുണ്ട്, സുഡാപ്പികളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിം ലീഗുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കോട്ടകളിലേക്കൊന്നും ഞങ്ങൾക്ക് വരണ്ട. കോട്ടകൾ മാത്രമേ ഞങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ. അത് സഖാക്കന്മാരുടെ കോട്ടകളാണ് ലക്ഷ്യം. മേനോൻ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് കോൺഗ്രസിന്റെ ഒരു സീറ്റും കുറയ്ക്കണ്ട. ഏതിനെ തകർത്താൽ മതി? അത് സഖാക്കന്മാരെയും ഇടതുപക്ഷത്തെയും തകർത്താൽ മതി. അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന 2 പേർ ഭരണപക്ഷത്ത് നിന്ന് മാറിക്കഴിഞ്ഞ ഒരു സംഘടനയെ ഇനിയും ഞങ്ങൾ തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്ന് പറയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ശത്രുക്കളെ അല്ല. ഞങ്ങൾക്കിവിടെ അധികാരമുണ്ട്, ആ അധികാരങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങോട്ടേക്ക് വരുമെന്നാണ് പ്രഖ്യാപനം. ഈ മൗദൂദികളുടെ വാക്ക് കേട്ടുകൊണ്ട് ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗക്കാരെല്ലാം കൂടി ഡീലുണ്ടെന്നൊക്കെ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം എന്തായിരുന്നു ആ ഡീൽ എന്ന് ഇനിയെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ടൊന്ന് ചിന്തിച്ചോളൂ. കാര്യം നിങ്ങൾ ചിന്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. മതം തലയ്ക്ക് പിടിച്ച, മതമാണ് 3 നേരവും ഉരുട്ടി വിഴുങ്ങുന്ന മനോഭാവങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ കാണാൻ പറ്റാതെ പോയി. നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്തായിരുന്നു? സംഘപരിവാറിന് പരവതാനി വിരിക്കലായിരുന്നു. സംഘപരിവാറിനെ ചെറുക്കുന്നത് ഇന്ത്യയിൽ ആകമാനം കോൺഗ്രസ് ആണെന്ന് വിചാരിക്കുന്ന മൂഢന്മാരായിട്ടുള്ള മതഭോജികളുണ്ടല്ലോ, അവർ ഇതൊന്ന് കേട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. കാര്യം നിങ്ങൾക്ക് നേരം വെളുക്കുമെന്ന് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മതേതര വിശ്വാസികളുടെ മൂഢസങ്കല്പം മാത്രമാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ തന്നെ ബാധിക്കാൻ പോകുന്നു എന്ന് വരും കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചറിയാൻ പോവുകയാണ്. കാര്യം അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുന്നതാണ്. ഈ നാട്ടിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഒരിടത്തു നിന്ന് കോൺഗ്രസിനെതിരെ മൈക്ക് കെട്ടി ഇവർ ഇതുപോലെ പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസിനെതിരെ ഇത്ര ശക്തമായിട്ട് അല്ലെങ്കിൽ വി ഡി സതീശനെതിരെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവരൊന്നും എതിരാളികളെ അല്ല. എതിരാളികളായിട്ട് ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. അവർ പരിപൂർണമായി നശിപ്പിക്കപ്പെട്ടാലേ നമ്മൾക്കിവിടെ ആധിപത്യം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സന്ദർഭങ്ങളിലും കോൺഗ്രസിന് വേണ്ടി വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്ന മതസ്നേഹികളുണ്ടല്ലോ, രാജ്യത്താകമാനം ആ മതം ആയതിൻ്റെ പേരിൽ മാത്രം വേട്ടയാടപ്പെടുന്ന മനുഷ്യർക്ക് അവിടങ്ങളിൽ മതവും ഇല്ല, ദൈവവും ഇല്ല. എങ്ങനെയെങ്കിലും സ്വൈര്യമായി ജീവിച്ചാൽ മതിയായിരുന്നു. ആ സംഭവം കേരളത്തിൽ കൂടി കൊണ്ടുവരാനായിട്ട് മേനോൻ സംഘിക്ക് വേണ്ടി വോട്ട് ചെയ്തതിന് ശേഷം ബി ജെ പിക്കാർ ഇവിടെ എന്തിനു പരിശ്രമിക്കുന്നുണ്ട്? ആ പരിശ്രമത്തിലൂടെ അവരെ തകർത്തതിന് ശേഷം മനുസ്മൃതി പ്രകാരം അവർ നിങ്ങളെയും തേടി വരുന്ന കാലം വിദൂരമല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഇത് കാണിക്കുന്നത് സുര പറഞ്ഞതുകൊണ്ട് ഇവിടെ അങ്ങ് നശിപ്പിച്ചു കളയുമെന്നുള്ള കാര്യം കൊണ്ടല്ല, പക്ഷേ മതം ഒളിച്ചു കടത്തപ്പെട്ടുകൊണ്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് പലതിനെയും ഇല്ലാതാക്കി അവർക്ക് ഈ നാട്ടിൽ ആധിപത്യം ഉറപ്പിക്കാൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടുകൂടി കഴിയുമെന്ന ആത്മവിശ്വാസം വന്നിരിക്കുകയാണ്. അതിനുള്ള വളക്കൂറുള്ള മണ്ണായി കേരളത്തെ അവർ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് സുരേഷിന്റെ ഈ ആത്മവിശ്വാസത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് ഇന്ന് കമ്മ്യൂണിസ്റ്റുകൾക്കാണ് വെല്ലുവിളി ഉയർത്തുന്നതെങ്കിൽ അത് കണ്ടിട്ട് UDF-നകത്ത് പോയി മതസ്നേഹികളായിട്ടിരിക്കുന്ന നിങ്ങൾക്ക് കുറച്ചു കാലം കൂടി ആ സമാധാനം കിട്ടും. അവർക്ക് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകളെ നശിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങളുടെ നമ്പർ സ്വാഭാവികമായിട്ട് വരും. അന്ന് രക്ഷക പരിവേഷത്തിലിരിക്കുന്ന മേനോനെ എന്ന് വിളിക്കുമ്പോൾ ആ വിളി ചെന്നെത്തുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരു മുന്നയെ അവിടെ കാണാൻ പറ്റും. ആ മുന്നയാണ് നിങ്ങളെല്ലാം കൂടി വിജയിപ്പിച്ച് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയിരിക്കുന്ന മേനോൻ സതീശൻ എന്ന് പറയേണ്ടി വരികയാണ്.